കേരളത്തിലെ പോലീസ് ഇത്രയും ബഹുമാന്യയായിട്ടുള്ള ഒരു കലാകാരിക്കെതിരായിട്ട് പരസ്യമായിട്ട് സൈബറിടങ്ങളിൽ നടക്കുന്ന ആക്രമണം കണ്ടില്ലേ? അയോധ്യയിൽ ശ്രീരാമ ജന്മഭൂമി ക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ ചടങ്ങിനോടനുബന്ധിച്ച് രാമനാമം ജപിക്കണമെന്നും വിളക്ക് കൊളുത്തണമെന്നും പറഞ്ഞ ഗായിക KS ചിത്രയ്ക്കെതിരെ സൈബർ ആക്രമണം. രാമനാമം ജപിക്കണം, വിളക്ക് കൊളുത്തണമെന്ന് പറഞ്ഞ ഉടൻ ചിത്രയ്ക്കെതിരെ സൈബർ ആക്രമണം നടത്തുന്നത് CPM അവകാശപ്പെടുന്ന കേരളത്തിന്റെ സഹിഷ്ണുതയ്ക്ക് യോജിക്കുന്നതാണോ എന്ന് വ്യക്തമാക്കണമെന്ന് കേന്ദ്രമന്ത്രി V. മുരളീധരൻ ആവശ്യപ്പെട്ടു. ഈ സൈബർ ആക്രമണം പോലീസ് കണ്ടില്ലെന്ന് നടിക്കുകയാണ്. ഹൈന്ദവ വിശ്വാസങ്ങളെ എങ്ങനെ ആക്ഷേപിച്ചാലും ഒരു പ്രശ്നവുമില്ലെന്നാണ് കേരളത്തിലെ ചിലരുടെ കാഴ്ചപ്പാടെന്ന് V. മുരളീധരൻ പറഞ്ഞു. കേരളത്തിൽ ക്രിസ്മസിന് കേക്ക് കട്ട് ചെയ്യുന്നതിന് ഒരു പ്രശ്നവുമില്ല. റംസാൻ കാലത്ത് റംസാൻ പുണ്യത്തെക്കുറിച്ച് എല്ലാ മതവിശ്വാസികളും പറയാറുണ്ട്. ക്രിസ്മസ് ആഘോഷിക്കുന്നതിലും തെറ്റില്ല, റംസാൻ ആഘോഷിക്കുന്നതിലും തെറ്റില്ല. രാമജന്മഭൂമിയിൽ ക്ഷേത്രം പണിയുമ്പോൾ രാമനാമം ചൊല്ലാനും വിളക്ക് കൊളുത്താനും പറഞ്ഞാൽ അതുമാത്രം പാടില്ല എന്ന് പറയുന്നതിന് പിന്നിൽ ആസൂത്രിതമായ ശ്രമമുണ്ട്. ശബരിമലയിൽ ആചാരലംഘനത്തിന് കൂട്ടുനിന്ന അതേ സംഘമാണ് KS ചിത്രയ്ക്കെതിരെ സൈബർ ആക്രമണവുമായി രംഗത്തു വന്നത്. കേരള പോലീസിന് പരാതി കൊടുത്താലേ നടപടി എടുക്കൂ എന്നുണ്ടെങ്കിൽ ഇത്ര കാലമായി എടുത്ത കേസുകളൊക്കെ ആരുടെ പരാതിയിലാണെന്നത് പുറത്തുവരട്ടെയെന്നും V. മുരളീധരൻ പറഞ്ഞു. കേരളത്തിൽ അഭിപ്രായ സ്വാതന്ത്ര്യമെന്ന് പറഞ്ഞാൽ അത് ഏകപക്ഷീയമല്ലെന്നും മുരളീധരൻ പറഞ്ഞു. രണ്ടാമത്തെ ഒരു കാര്യം, ഈ കഴിഞ്ഞ ദിവസം കേരളത്തിന്റെ അനുഗ്രഹീതയായിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യയുടെ അനുഗ്രഹീതയായിട്ടുള്ള ഗായിക ശ്രീമതി KS ചിത്ര അവരുടെ ഒരു അഭിപ്രായം പറഞ്ഞു. 500 വർഷമായിട്ട് ഇന്ത്യയിലെ സനാതന ധർമ്മവിശ്വാസികൾ കാത്തിരിക്കുന്ന മുഹൂർത്തം, ആ മുഹൂർത്തം ആഗതമായ സാഹചര്യത്തിൽ 500 വർഷത്തെ കാത്തിരിപ്പിന്റെ വിരാമം, ആ വിരാമം കുറിച്ചുകൊണ്ട് അയോധ്യയിൽ ശ്രീരാമക്ഷേത്രത്തിൽ പ്രതിഷ്ഠാകർമ്മം നടക്കുന്നത് എല്ലാവർക്കും സന്തോഷിക്കാനുള്ള അവസരമാണ്. രാമനാമം ജപിക്കണം, വിളക്ക് കൊളുത്തണം, ഇത്രേ പറഞ്ഞുള്ളൂ. രാമനാമം ജപിക്കണം, വിളക്ക് കൊളുത്തണം എന്ന് പറഞ്ഞത് കേട്ട ഉടൻ ഇപ്പോൾ അവർക്കെതിരായിട്ട് സൈബർ ഇടങ്ങളിൽ നടക്കുന്ന ആക്രമണം, ഈ ആക്രമണം മാർക്സിസ്റ്റ് പാർട്ടി കേരളത്തെക്കുറിച്ച് മറ്റുള്ളവരോടൊക്കെ പ്രസംഗിക്കുന്ന സഹിഷ്ണുതയുടെ പര്യായമായിട്ടുള്ള കേരളത്തിന് യോജിക്കുന്നതാണോ? കേരളത്തിലെ പോലീസ് ഇത്രയും ബഹുമാന്യയായിട്ടുള്ള ഒരു കലാകാരിക്കെതിരായിട്ട് പരസ്യമായിട്ട് സൈബറിടങ്ങളിൽ നടക്കുന്ന ആക്രമണം കണ്ടില്ലേ? ഒരക്ഷരം മിണ്ടാത്തതെന്താ? അതോ ഹൈന്ദവ വിശ്വാസങ്ങളെ എങ്ങനെ ആക്ഷേപിച്ചു കഴിഞ്ഞാലും ഒരു പ്രശ്നമില്ല എന്നുള്ളതാണോ? കരുവന്നൂരിലെ തട്ടിപ്പിന്റെ അന്വേഷണത്തിൽ നമ്മുടെ ബഹുമാന്യനായിട്ടുള്ള വ്യവസായ മന്ത്രി അടക്കം ശുപാർശ ചെയ്തിരുന്നു കരുവന്നൂരിൽ വായ്പ കൊടുക്കാൻ എന്നുള്ള വിവരം EDയുടെ അന്വേഷണത്തിലൂടെ പുറത്തു വന്നിരിക്കുകയാണ്. എന്താണ് നമ്മുടെ ബഹുമാന്യനായിട്ടുള്ള വ്യവസായ മന്ത്രി മിണ്ടാതിരിക്കുന്നത്? കൂടുതൽ വാർത്തകളും വീഡിയോകളും ലഭ്യമാക്കാൻ മലയാളി ന്യൂസ് ലൈവ്.com സബ്സ്ക്രൈബ് ചെയ്യുക.